അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസിന് നന്നായിട്ട് നിറം കൂട്ടാനും അതേപോലെ തന്നെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഫേസ് പാക്കാണ്. 100% റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റിൽ ഇടുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്ന് പൊടിയാണ്. ഞാനിത് ഞാൻ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഉഴുന്ന് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് പാലാണ്. ഞാനൊരു ഇത്രയും തന്നെ പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും. ഉഴുന്ന് നമ്മുടെ സ്കിന്നിനെ ലൈറ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ആഴ്ചയിൽ ഒരു ദിവസം ഉഴുന്നിൻ്റെ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിത് ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. വലിയ ക്യാരറ്റ് ആണെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് എടുക്കുകയാണ്. ഈ ക്യാരറ്റ് നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഇതും കൂടെ കൂട്ടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് എല്ലാം നല്ല കട്ടയില്ലാതെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനിത് ക്യാരറ്റ് അടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ആ ഉഴുന്ന് പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തിരുന്ന ആ മിക്സും കൂടെ കൂട്ടിയിട്ട് അടിച്ചെടുത്താണ്. അപ്പം നമ്മുടെ കട്ടയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സോസ് പാനിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് തീയിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് കുറുക്കിയെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇളക്കി കുറുക്കിയെടുക്കണം. നമ്മൾ എപ്പോഴും തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും വളരെ ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, കുറുകി വന്നു. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. അപ്പം നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാതെ അപ്പം നമുക്കിത് ചൂടാറിയതിന് ശേഷം കാണാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 സ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നിറം നൽകാനും അതേപോലെ തന്നെ നല്ല ഗ്ലോ ആവാനും ക്ലിയർ സ്കിന്നാകാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഇതിന് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണേലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം.
വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാനിവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല മോയ്സ്ചറൈസറാണ്, വെബ്സൈറ്റിൽ അവൈലബിൾ ആണിത്. നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.